ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ റിയാദ് മെട്രോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതിനൊന്നും ഇല്ലേ? മെട്രോയിലേക്കുള്ള ആക്സസിന് വേണ്ടി ഈ കിയോസ്ക് വഴി നമുക്ക് കാർഡ് എടുക്കാം, അല്ലെങ്കിൽ ദർബ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്താലും മതി. നമ്മൾ സ്റ്റേഷനിലോട്ട് ഇറങ്ങിയതും ദേ പോകുന്നൊരു ട്രെയിൻ. പിന്നെയാണ് മനസ്സിലായത് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ട്രെയിൻ സർവീസ് ഉണ്ട് എന്നുള്ളത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ ട്രെയിൻ എത്തിയിട്ടോ. ദൈവമേ, ഈ വണ്ടിക്ക് ഡ്രൈവർ ഇല്ലേ? അയ്യോ, ഇതിന് എഞ്ചിനും ഇല്ലേ? ഇല്ല, ബോഡി മാത്രമേ ഉള്ളൂ. അതെ ഗൈസ്, ലോകത്ത് തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ഡ്രൈവർലെസ് മെട്രോ സിസ്റ്റമാണ് റിയാദ് മെട്രോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിൻ മെട്രോ സ്റ്റേഷനായ കാഫ്റ്റി സ്റ്റേഷനിലെത്തി. നിലവിൽ 3 റൂട്ടിലേക്കുള്ള മെട്രോ ലൈനിലേക്കുള്ള ആക്സസ് നമുക്ക് ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് കിട്ടും കേട്ടോ. ഇതുവരെ വന്ന റൂട്ട് ഓൾമോസ്റ്റ് 90% ടണൽ വഴി ആയതുകൊണ്ട് ഞങ്ങൾ വേറൊരു റൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഈ റൂട്ട് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ടണലിൽ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ശരിക്കും ഒരു റോൾ കോസ്റ്ററിൽ കയറിയ അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. കുറച്ചിങ്ങ് പോകുന്ന നമ്മൾ ഗർനാഡ എന്ന സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ട്രെയിൻ വന്നു. തിരിച്ച് നേരെ കാഫ്റ്റിയിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് കാഫ്റ്റിയിൽ ഇറങ്ങി നേരെ നമ്മുടെ ഒലയ ട്രെയിൻ പിടിച്ചു. സാമാന്യം നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ 4 റിയാലിന് 2 മണിക്കൂർ റിയാദ് മൊത്തം ചുറ്റിക്കറങ്ങാൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ കാണിച്ചു തരുന്നവർക്ക്